വി എസ് എപ്പോഴും ഞങ്ങളുടെ കരുത്തിട്ടുള്ള ഓർമ്മയാണ്. വി എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നിന്ന് ഓർക്കുമ്പോഴുള്ള ഏറ്റവും വികാരപരമായ പ്രശ്നം ഈ സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും ഞങ്ങൾ തല്ലുകൊള്ളാത്ത ഒരു സ്ഥലവുമില്ല. തല്ലുകൊണ്ട ചോരപ്പാടുകളിലൊക്കെ വി എസ് തൊടാത്ത ഒരിടവുമില്ല. അത്ര വികാരപരമായിട്ടുള്ള അനുഭവങ്ങൾ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ സംജാതമായിട്ടുള്ളൊരു തലമുറയാണ് ഞങ്ങളുടേത്. വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്തും മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തും പിന്നീട് കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനായി MLA ആയിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ പല വിധത്തിൽ അദ്ദേഹത്തിനോട് ഒപ്പം പ്രവർത്തിക്കാനും അകലെ നിന്ന് കാണാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു അനുഭവമാണ്. വരാനിരിക്കുന്ന തലമുറകൾക്ക് മുഴുവനുള്ള ഒരു പാഠപുസ്തകമായി വി എസ് നിൽക്കുമെന്നാണ് ഈ ഓർമ്മപ്പെടുത്തൽ കാണിക്കുന്നത്. ഇന്നലെ AKG സെൻറ്ററിന് മുമ്പിൽ രാത്രി 11:30 മണി കഴിയും വരെ നമ്മൾ കേട്ട മുദ്രാവാക്യം അത് മുഴുവൻ ചെറുപ്പക്കാരായിരുന്നു. അവരിൽ പലരും ഒരുപക്ഷെ വി എസുമായി അത്ര അടുത്ത വിധത്തിൽ അനുഭവങ്ങളുള്ളവർ പോലുമല്ല. എങ്കിലും തലമുറകൾക്ക് ഇനി ജനിക്കാനിരിക്കുന്നവർക്ക് പോലും വി എസ് എന്ന രണ്ടക്ഷരം വലിയ ആവേശമാകും. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ വി എസിനെ കാത്തൊരു ജനാവലിയുണ്ട്, കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ തോറ്റതും ജയിച്ചതുമായ എല്ലാ സമരങ്ങളിലും വി എസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇസങ്ങളും കൊടികളുടെ നിറവും ഒന്നുമില്ലാതെ വി എസ് നടത്തിയ വിജയത്തിന് വേണ്ടിയുള്ള ഐതിഹാസികമായ സമരങ്ങൾ, സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ വികാരങ്ങൾ ഏറ്റെടുത്ത സമരങ്ങൾ, അതായിരിക്കും തലമുറകൾക്ക് ഇനി പഠിക്കാനുള്ള വി എസ് സമർപ്പിച്ചു പോകുന്ന പാഠപുസ്തകം. കേരളത്തിലെ ജാതി മേധാവിത്വത്തിനെതിരായിട്ടൊക്കെയുള്ള പോരാട്ടം എങ്ങനെയാണ് ഈ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തെ വർഗസമരമായിട്ട് ബന്ധപ്പെടുത്താം? അത് വി എസിനെ കണ്ടുപിടിക്കണം. കുട്ടനാട്ടിലൊക്കെ ഈ കർഷകത്തോളിയെ തല്ലാന്ന് പറഞ്ഞാൽ ചൂഷണത്തിൻ്റെ മാത്രമല്ല, ജാതി ആധിപത്യത്തിൻ്റെയും കൂടി ലക്ഷണമാണ്. എന്താ തിരിച്ചു തല്ലണം? ആര് തല്ലും? വി എസ് അല്ല, പുറകിൽ നിന്ന് തല്ല് കൊണ്ടവനെ കൊണ്ട് തല്ലിക്കും. അങ്ങനെ കൊണ്ടും കൊടുത്തുമാണ് കേട്ടോ ഇവിടെ കർഷക തൊഴിലാളി നെഞ്ചു നിർത്തിക്കാൻ പഠിച്ചത്. ഇതൊക്കെ വി എസിൻ്റെ വലിയ സംഭാവനയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും വി എസ് ഇങ്ങനെയുള്ള ഭയങ്കര പ്രക്ഷോഭകാരിയും കാര്യങ്ങളുമൊക്കെ നടത്തി പോകുന്നതാണ്. അതെ, പക്ഷെ അതോടൊപ്പം ഒരു ഭരണാധികാരി എന്ന നിലയിലും തൻ്റെ വ്യക്തിമുദ്ര ഈ കേരളത്തിന് ചാർത്തുന്നതിന് വി എസിന് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വിഴിഞ്ഞം പ്രൊജക്റ്റ് ആവാം, സ്മാർട്ട് സിറ്റി ആവാം, അതല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണമാവാം, ഇതിൽ ഭരണപരിഷ്കാരം, ഇതിലൊക്കെ വലിയ സംഭാവന വി എസിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്.